അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. യൂറൻ എൻ ക്ലാവറൻ എന്നൊരു വ്യക്തി പരിശുദ്ധ ഇസ്ലാമിനെ തകർക്കാനും ഇസ്ലാമിനെ ആക്ഷേപിക്കാനും വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പരിശുദ്ധ ഇസ്ലാമിനെ പുൽകുകയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തത് സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ നിങ്ങളൊക്കെ അത് കേൾക്കണം. ഇവിടെ ആരിഫും അതുപോലെ തന്നെ ജാമിദയും ഇങ്ങനെ പല ആളുകളും പരിശുദ്ധ ഇസ്ലാമിനെ വിമർശിച്ച് പൈസ ഉണ്ടാക്കുമ്പോൾ ഇസ്ലാമില്ലായിരുന്നെങ്കിൽ അവരുടെ കാര്യം തന്നെ കട്ടപ്പോകയായിരുന്നു. പരിശുദ്ധ ഇസ്ലാമിനെ ആക്ഷേപിച്ചുകൊണ്ട് അവർക്കും ഇസ്ലാം തുണയാണ്. കാരണം ഇസ്ലാമിനെ ആക്ഷേപിച്ചുകൊണ്ടാണ് അവർ പൈസ ഉണ്ടാക്കുന്നത്. മറ്റു മതങ്ങളെ ഒന്നും കുറ്റപ്പെടുത്താൻ അവർ തയ്യാറില്ല. കുറ്റപ്പെടുത്തിയാൽ അവർ വിവരം അറിയും. മുസ്ലിങ്ങൾ വളരെ സഹിഷ്ണുതയുള്ളവരാണ്. സ്നേഹം, സൗഹാർദ്ദം, സഹിഷ്ണുത, സഹനം എന്നിത്യാദി 4 ഗുണങ്ങളാൽ അലങ്കൃതമായ പരിശുദ്ധ ഇസ്ലാമിലെ വ്യക്തികളെക്കുറിച്ചിടത്തോളം അവരെല്ലാം ക്ഷമിക്കും, അവരെ അവോയ്ഡ് ചെയ്യും. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം ഇസ്ലാമാണ്. അപ്പോൾ ഇദ്ദേഹം ഇസ്ലാമിലേക്ക് വന്ന കഥ നിങ്ങൾക്കൊക്കെ കേൾക്കണ്ടേ? ഇൻഷാ അല്ലാ ആ കഥയാണ് നിങ്ങളെല്ലാവരും കേൾക്കേണ്ടത്. ഇതാണ് ആ കഥ. ഇസ്ലാമിനെ തകർക്കാനിറങ്ങിയ യോറം വാൻ ക്ലാവറൻ. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവിൽ നിന്ന് അതേ മതത്തിന്റെ പ്രചാരകനായി മാറിയ അദ്ദേഹത്തിന്റെ അത്ഭുതകരമായ കഥയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഒരു മതത്തെ ലോകത്തിനു മുന്നിൽ അപമാനിക്കാൻ വേണ്ടി മാത്രം ഒരു പുസ്തകം എഴുതി തുടങ്ങുക, എന്നാൽ ആ പുസ്തകം പൂർത്തിയായപ്പോൾ എഴുതിയ ആൾ അതേ മതത്തിലേക്ക് മാറേണ്ടി വരിക. കേൾക്കുമ്പോൾ സിനിമകഥ പോലെ തോന്നുമെങ്കിലും ഇത് നെതർലൻഡ്സിലെ പ്രമുഖ രാഷ്ട്രീയക്കാരനായ യോറം വാൻ ക്ലാവറിന്റെ യഥാർത്ഥ ജീവിതമാണ്. 1979 ഒരു കടുത്ത ക്രിസ്ത്യൻ കുടുംബത്തിലാണ് യോറം ജനിച്ചത്. അദ്ദേഹം കോളേജിൽ ചേർന്ന ആദ്യ ദിവസമാണ് ലോകത്തെ നടുക്കിയ സെപ്റ്റംബർ 11 ഭീകരാക്രമണം നടക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇസ്ലാമിനോട് കടുത്ത വിദ്വേഷമുണ്ടാക്കി. പിന്നീട് ഡച്ച് ഫിലിം മേക്കർ തിയോ വാൻ ഗോഗ് തെരുവിൽ കൊല്ലപ്പെട്ടതോടെ ഈ വിരോധം വീണ്ടും ശക്തമായി. ഇസ്ലാമിനെ തന്റെ രാജ്യത്തു നിന്നും തുടച്ചു നീക്കാൻ അദ്ദേഹം നെതർലൻഡ്സിലെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ ഫ്രീഡം പാർട്ടിയിൽ ചേർന്നു. എംപിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇസ്ലാം ലോകത്തിന് എത്രമാത്രം അപകടകരമാണെന്ന് കാണിക്കാൻ അദ്ദേഹം ഒരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു. ഇതിനായി ഇസ്ലാമിക പ്രമാണങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ തുടങ്ങി. എന്നാൽ പഠനം മുന്നോട്ടു പോകുന്തോറും അദ്ദേഹം അത്ഭുതപ്പെട്ടു. ക്രൈസ്തവ വിശ്വാസത്തിലെ ത്രിത്വസങ്കല്പത്തേക്കാൾ ഇസ്ലാമിലെ തൗഹീദ് അഥവാ ദൈവത്തിന്റെ ഏകത്വമാണ് കൂടുതൽ യുക്തിസഹമെന്ന് അദ്ദേഹത്തിന് തോന്നി. ബൈബിളിലെ പഴയ നിയമത്തിലും യേശുക്രിസ്തുവിന്റെ വാക്കുകളിലുമുള്ള അതേ ഏകദൈവ വിശ്വാസം തന്നെയാണ് അദ്ദേഹം ഖുർആനിലും കണ്ടെത്തിയത്. പഠനത്തിന്റെ അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം മുഹമ്മദ് നബിയുടെ ജീവിതത്തെക്കുറിച്ച് വായിച്ചു. യുദ്ധത്വതീയനായ ഒരു ഭരണാധികാരിയെ കണ്ടെത്താൻ ശ്രമിച്ച യോറത്തിനു മുന്നിൽ തെളിഞ്ഞത് കാരുണ്യവാനായ ഒരു പിതാവിന്റെയും നല്ലൊരു സുഹൃത്തിന്റെയും ചിത്രമായിരുന്നു. തന്റെ പ്രിയപ്പെട്ട അമ്മാവനെ ക്രൂരമായി കൊലപ്പെടുത്തിയ ശത്രുവിനോട് പോലും മക്ക കീഴടക്കിയപ്പോൾ പ്രതികാരം ചെയ്യാതെ ക്ഷമിച്ച പ്രവാചകന്റെ ഉന്നതമായ സ്വഭാവം അദ്ദേഹത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചു. ഒടുവിൽ താൻ കണ്ടെത്താൻ ശ്രമിച്ച തെറ്റുകളെല്ലാം വെറും അന്ധമായ വിദ്വേഷം മാത്രമായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. പുസ്തകങ്ങൾ മാറ്റിവെക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ താഴെ വീണ ഖുർആൻ എടുത്തു നോക്കിയ അദ്ദേഹത്തിന്റെ കണ്ണുടക്കിയത് സൂറ അൽ ഹജ്ജിലെ 46-ാം വചനത്തിലായിരുന്നു. യഥാർത്ഥത്തിൽ കണ്ണുകളല്ല അന്ധമാകുന്നത്, നെഞ്ചുകളിലുള്ള ഹൃദയങ്ങളാണ് അന്ധമാകുന്നത്. ഈ വചനം അദ്ദേഹത്തിന്റെ ഹൃദയത്തെ പിടിത്തുലച്ചു. 2018 യോറം വാൻ ക്ലാവറൻ ഇസ്ലാം മതം സ്വീകരിച്ചു. ഈ വാർത്ത പുറത്തുവന്നതോടെ നെതർലൻഡ്സ് ഞെട്ടി. വലിയ രീതിയിലുള്ള മാധ്യമ ചർച്ചകളും കടുത്ത വിമർശനങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. തനിക്കൊപ്പം നിന്നവരിൽ നിന്ന് 2000-ലധികം വധഭീഷണികളാണ് അദ്ദേഹത്തെ തേടിയെത്തിയത്. ഭാര്യയും അമ്മയും അദ്ദേഹത്തിന്റെ തീരുമാനത്തെ ബഹുമാനിച്ചെങ്കിലും പല ബന്ധുക്കളും അദ്ദേഹത്തെ കൈവിട്ടു. ദിവസവും 5 നേരം കൃത്യമായി പ്രാർത്ഥിക്കുന്നതും ഹലാൽ ഭക്ഷണം ശീലമാക്കുന്നതും ഒരു പുതിയ സംസ്കാരത്തിലേക്ക് മാറുന്നതും തുടക്കത്തിൽ വലിയ വെല്ലുവിളിയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. എങ്കിലും ഇസ്ലാം തന്റെ ഹൃദയത്തിന് നൽകിയ സമാധാനം മറ്റൊന്നിനും നൽകാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്ന് യോറം പഴയതുപോലെയുള്ള ഒരു രാഷ്ട്രീയക്കാരനല്ല. താൻ മുൻപ് പ്രചരിപ്പിച്ച തെറ്റിദ്ധാരണകൾ തിരുത്താനായി ഇസ്ലാം എക്സ്പീരിയൻസ് സെന്റർ സ്ഥാപിച്ച് ജനങ്ങളിലേക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം എത്തിക്കുന്ന തിരക്കിലാണ് അദ്ദേഹം. അന്ധമായ വിദ്വേഷം മാറ്റിവെച്ച് സത്യസന്ധമായി പഠിക്കാൻ തയ്യാറായാൽ ഏത് ഹൃദയത്തിലും വെളിച്ചം വരുമെന്നതിന്റെ ജീവിക്കുന്ന തെളിവാണ് യോറത്തിന്റെ ജീവിതം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എത്ര പരിശുദ്ധമായാണ് അദ്ദേഹം ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചതെന്ന് അറിയോ? ഇസ്ലാമിനെക്കുറിച്ച് ബുദ്ധിജീവികളുടെ മതമാണത്. മോറിസ് ബുക്കായും രാജാ ഗരോഡിയും ഒക്കെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ബുദ്ധിജീവികളുടെ മതമാണത്. ഒരു മതത്തെയും ആക്ഷേപിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ച മതമാണത്.
അള്ളാഹു അല്ലാതെ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ചീത്ത വിളിക്കരുതെന്നും കുറ്റപ്പെടുത്തരുതെന്നും പ്രത്യേകം പറഞ്ഞ മതമാണ് പരിശുദ്ധ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം അത് പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. മറ്റ് മതങ്ങളെ സ്നേഹിക്കാനും ജാതി നോക്കാതെ മതം നോക്കാതെ പാവപ്പെട്ടവനെ സഹായിക്കണമെന്നും പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ തനിമ മനസ്സിലാക്കാൻ കഴിയാത്ത മന്ദബുദ്ധികളായ ആളുകളാണ് പരിശുദ്ധ ഇസ്ലാമിനെ എതിർക്കുന്നത്. അവരുടെ ജീവിതം തന്നെ ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടിയാണ്. അവരെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. നമുക്ക് ഇസ്ലാമിനെ ആത്മാർത്ഥമായി നെഞ്ചോട് ചേർത്ത് വെക്കാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.